അടിപൊളി. അങ്ങനെ നമ്മള് സൗത്ത് ഡക്കോട്ട കയറി കേട്ടോ. ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് മുന്നോട്ടെന്നാ പോയേക്കാം അല്ലേ. ഇന്നത്തെ കാഴ്ചകൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ നിർത്താൻ പ്രകൃതി നമ്മളെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൊണ്ടാനയിലാണുള്ളത്. വാഷിങ്ടണിലെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ടൊറന്റോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇന്റർസ്റ്റേറ്റ് 90 എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒറിഗണിൽ നിന്ന് മൊണ്ടാനയിൽ നിന്ന് കാണുന്ന കിടിലം കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ആ കാഴ്ചകളൊന്നും തീർന്നു പോയിട്ടില്ല. നമ്മുടെ മുമ്പിലേക്ക് കിടിലം വേറെ കാഴ്ചകളൊക്കെ ഉണ്ട്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളെടുക്കുമ്പോൾ കുറച്ചുകൂടെ പശുക്കളൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ അടുത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ഉള്ളവരാണ് ഇച്ചിരി പ്രായമായവർക്കൊക്കെ കാണുന്നവർക്ക് കുറച്ചുകൂടെ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അവര് നോക്കുമ്പോൾ ഒരു പശുവൊക്കെ നല്ല ഇവിടുത്തെ പശുക്കളൊക്കെ ഇച്ചിരി കൊടുത്താണല്ലോ ഇരിക്കും. എന്റെ മമ്മി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നാട്ടിലെ പോലെ അല്ല, എല്ലാം ഭയങ്കര ഇവിടുത്തെ ആൾക്കാരെ പോലെയാന്നു. നാട്ടിലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ സാധനമൊക്കെ ഒരുമാതിരി ഉണങ്ങി ചുണങ്ങിയൊക്കെ അല്ലേ ഇരിക്കുന്നു. ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാലും വലിപ്പക്കുറവും ഇവിടെ തന്നെ എല്ലാം ഇപ്പൊ ഇവൻ നാരങ്ങ ഇത് എല്ലാ കാര്യങ്ങളും അതല്ലോ, എല്ലാത്തിനും ഭയങ്കര വലിപ്പമല്ലേ. ഓരോരുത്തരും അവരവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണല്ലോ ശ്രദ്ധിക്കുന്നത് അല്ലേ. അപ്പൊ അവര് നോക്കുമ്പോ ഇപ്പം പണ്ട് പശുവിനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ കാരണവന്മാരൊക്കെ അങ്ങനെയുള്ള ഒരു പശുവും ഇതൊക്കെയാണല്ലോ. അപ്പൊ അവര് നോക്കുമ്പോ പണ്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നൊക്കെ എന്നാ പശുവായിരുന്നു എന്നൊക്കെ ഒരു വേണ്ട സാറേ, അടിപൊളി കാഴ്ച. അല്ല, ഞാൻ പറഞ്ഞ നിങ്ങൾ ഇച്ചിരി കുറച്ച് കഴിയുമ്പോൾ ഒരു RV ഒക്കെ എടുത്തിട്ടെ, പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ പിന്നെ RV ഒക്കെ എടുത്ത് ഒരു 5-6 വർഷം കൊണ്ട് അമേരിക്ക മുഴുവൻ കണ്ടു ചേർത്ത് ഓരോ എപ്പിസോഡായിട്ട് ചെയ്യണം. കുറെ വർഷമൊന്നുമല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാമത്. നമ്മൾക്ക് പ്രായം മുന്നോട്ട് പോകും തോറും നമുക്ക് ജോയിന്റ് പെയിനും എളിവേദന സന്ധിവാദം ഒക്കെ വരും. നിങ്ങൾ RV ഓടിച്ചാൽ മതി, എടുത്തോണ്ട് നടക്കണ്ട. ഓടിച്ച് അതുകൊണ്ടാ പറഞ്ഞ 5 വർഷം കൊണ്ട് ഓടിപ്പിടിച്ച് എവിടെയെങ്കിലും ചെന്ന് വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളെ ഓരോ വർഷം പയ്യ, അതായത് പറഞ്ഞു വെച്ചാൽ 1 വർഷം അല്ല 6 മാസം ഓടിയിട്ട് ഏതെങ്കിലും ആശുപത്രി കയറിക്കോ, അതിനുള്ള സമയം പറഞ്ഞ 5. ഇത് തേനീച്ച കൊണ്ടുവന്നുണ്ട്. ഇത് തേനീച്ചപ്പെട്ടി. അത് ഒരു ലോഡ് തേനീച്ചപ്പെട്ടി അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് ഈ റബ്ബർ തോട്ടത്തില് തേനീച്ചപ്പെട്ടി വെക്കാൻ ഇതുവരെ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വരും. അവര് ഇതുപോലെ ലോറിക്കാ വരുന്നത്. അപ്പൊ അത് രാത്രി വന്ന് പെട്ടി വെക്കും. അതായത് നമ്മുടെ നാട്ടിൽ ഈ റബ്ബറിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് അത് പൂവിടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത്. എന്നിട്ട് നമുക്കൊരു 2-3 മാസം ഉണ്ടാവും. അപ്പൊ ഇതിന് പുതിയ തളർപ്പൊക്കെ വന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഇത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മള് ഇതൊന്നുമില്ല, അത് തേനെടുക്കുമ്പോ ഒരു കുറെ തേൻ നമുക്ക് കിട്ടും. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നമ്മുടെ തോട്ടത്തില്. അതായത് നമ്മുടെ തോട്ടം പാട്ടത്തിന് കൊടുക്കുന്ന പോലെ പാട്ടമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആ ഒരു ഏരിയ നോക്കിയിട്ട് പലയിടത്തും വന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ തോട്ടത്തിൽ ഇപ്പം അവരുടെ വണ്ടിയും കൂടെ കയറുന്നവിടെ നോക്കും, സൗകര്യം നോക്കും. അപ്പൊ ഈ വണ്ടി ഇരിക്കുന്ന അല്ല ഈ തേനീച്ചെന്ന് പറയുന്ന അവിടെ തന്നെ അല്ലല്ലോ, കുറെ അകലത്തിൽ പോയിട്ട് ഇത് കളക്ട് ചെയ്യും. അപ്പൊ അവരിങ്ങനെ സീസൺ അനുസരിച്ച് ഓരോരോ പ്രദേശങ്ങൾ മാറും. അപ്പൊ അവിടെ ഹണിയുടെ ഒരു വലിയൊരു ഇതിവിടെ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ തന്നെ വേറെ ഇത് കാണും, വേറെ ഏതെങ്കിലും കൃഷി കാണും, പൂക്കും. പിന്നെ അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന അവര് നെറ്റ് കെട്ടി, അതായത് നെറ്റ് കെട്ടിക്കൊണ്ട് സാധാരണ കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയിലായി ഇതിനെ കൊണ്ടുവരുന്നത്. വെച്ചാല് രാത്രിയിൽ ഇത് മൊത്തം കുത്തിക്കും. പകല് മാറ്റിക്കഴിഞ്ഞാൽ പകുതിയാണ് വെളിയിലായിരിക്കും. ഏതാ ഈ തേനീച്ചകൾ മനസ്സിലായി. ഇത് തേൻ കളക്ട് ചെയ്യാൻ പോയേക്കുമായിരിക്കും. അവരാ പണിക്കാര്, അവരെ ഇട്ടച്ചിട്ട് പെട്ടിക്കൊണ്ട് പോയ നഷ്ടമാണ്. അപ്പൊ ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. തേനീച്ചയെ കുറിച്ച് നന്നായിട്ട് നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചെറിയ പെട്ടിയൊക്കെ നടത്തി. ഏതാ പോലും സ്ഥലം? ലോറൽ. ഇത് മറ്റേ ബില്ലിങ്സിന് ഒരു അരമണിക്കൂർ ബില്ലിങ്സ് എന്ന് പറയുന്ന മറ്റേ ഇതില്ലേ, നിങ്ങൾ പറഞ്ഞില്ല ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. തൊട്ട് മുമ്പ് ഇവിടം പറയുന്ന ലോറൽ. ഇത് ലോറൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്
ഒരു ലൗസ് കണ്ടപ്പോഴത്തേക്കും ദേവശാസനം ഒന്ന് ചവിട്ടുക. നമുക്ക് അവിടെ പെട്ടെന്ന് പോയി പല്ലും തേച്ച് ഒരു കാപ്പി എടുത്തിട്ട് വരാം. പെട്ടെന്ന് പോയി പല്ലും തേച്ച് കാപ്പി എടുത്ത സെറ്റ്. അത് കഴിയുമ്പോൾ അടുത്ത ലൗസ് നിർത്തും. ആയിക്കോട്ടെ. നമ്മുടെ 2-3 പ്രാവശ്യമായിട്ടുള്ള ഇപ്പോഴത്തെ വാഷിങ്ടൺ യാത്രകൾ നിർത്തുന്ന ഒരു കിഡിലൻ ലൗസ് ആയത് കേട്ടോ. പുതിയ ലൗസ് ആയതുകൊണ്ട് തന്നെ ഫെസിലിറ്റി എല്ലാം സൂപ്പറാണ്. എനിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മൊണ്ടാന എത്ര വലിയ ഒരു സ്റ്റേറ്റാണ്. കുറേ നേരമായി. നമ്മൾ ഇന്നലെ ഷിഫ്റ്റ് നിർത്തുമ്പോൾ തന്നെ ഓൾറെഡി മൊണ്ടാനയിലായിരുന്നു. അങ്ങനെ കാപ്പി എല്ലാം എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം സ്ഥലമായ അയർലൻഡിലേക്ക് കയറാൻ പോവാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നു സാറേ, എന്നാ വലിയ സ്റ്റേറ്റായി മൊണ്ടാന എന്നുള്ളത്. അതെ, നമ്മുടെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഇത് മൊണ്ടാന. വരുമ്പോ അല്ലേ എത്ര രണ്ട് ഹൈവേ ആയതുകൊണ്ട് നമുക്ക് ആ ഡിസ്റ്റൻസ്, അതായത് 94 രണ്ട് ഇതാണ്. അല്ലെങ്കിൽ ആ മൈൽ മാർക്ക് നോക്കിയാൽ കറക്റ്റ് മൊത്തം. പിന്നെ രണ്ടിനെ സെപ്പറേറ്റ് നോക്കിയിട്ട് കൂട്ടി നോക്കുമ്പോൾ അതെ ഇതാ ദൂരെ കൂടുതൽ. നല്ല നമ്മുടെ നാട്ടിൽ ആന്ധ്രാപ്രദേശിൽ കൂടെ ഒക്കെ പോകുന്ന പോലെ. ഞാൻ പോയി എല്ലാം കഴിച്ചിട്ട് വന്നാലോ? പ്രതീക്ഷിക്കാതെ നമുക്ക് ഇച്ചിരി ലേ ഓവർ ഉണ്ടായിരുന്നതുകൊണ്ടുണ്ടല്ലോ ഒന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ ഏകദേശം തീരാറായി. ഇനി ഒരു നേരത്തേക്കും കൂടെ ഉള്ള ഫുഡേ നമ്മുടെ കയ്യിലുള്ളൂ. എന്തായാലും വാൾമാർട്ട് വല്ലതും കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രോട്ടീൻ ബ്രെഡോ ടോട്ടില്ലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മുടെ കാര്യത്തിൽ നത്തിങ് ഫാൻസി. ഞങ്ങളുടെ കിനുവ, ഇച്ചിരി ചിക്കൻ ബ്രസ്റ്റിൻ്റെ കറി, അതോടൊപ്പം തന്നെ 2 പുഴുങ്ങിയ മുട്ട. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ എന്നല്ല, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെയുള്ള ഒരു പരിപാടി. അങ്ങനെ ഏതോ ഒരു ലൗസ് കണ്ട് നമ്മുടെ ദേവശാസൻ വയ്യ ബാക്കപ്പ് ഇട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടെ ഹാർഡിനോ ഏതാ മൊണ്ടാന തന്നെയാണോ? അതല്ലേ ഇതിന്റെ കുറെ കഴിഞ്ഞ വരും. എനിക്ക് 500 മിച്ചം. Take at 510 on the right to US 212 East. നേരത്തെ കണ്ട ഏതോ ഒരു വലിയ സാധനമാണ് മുമ്പിൽ പോണത് കേട്ടോ. അതിൻ്റെ സ്റ്റോറേജിൻ്റെ വല്ലതൊക്കെ ആയിരിക്കാം അത്. ഈ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്ന ആ ഒരു സെറ്റപ്പ് ആയിരിക്കാം. ഇവിടെ തൽക്കാലം നിർത്താം അല്ലേ? ഇതാ ഞാൻ പറഞ്ഞ മറ്റേ നാളെ അർജുൻഭായിട്ട് പോയപ്പോ ഒരു ഊടുവഴി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? എവിടെ? അല്ല, അത് അവിടെയാ. നമ്മളിപ്പോ ലെഫ്റ്റിലേക്ക് തിരിയുക.
90 കേറുന്നുണ്ട്. എന്നാ ചെയ്യണ്ടേ? താഴോട്ടുള്ളതാണ് 90. എന്നാണ്ടോ? അല്ല അപ്പൊ എനിക്ക് ഇത് ജസ്റ്റ് വേറെ വല്ല കിലോമീറ്ററിന്റെ വല്ല കുറവായിരിക്കാം അല്ലേ? അല്ല ഞാൻ പറഞ്ഞ വഴിയേ സിംഗിൾ റോഡല്ലോ. ആ എന്നാ പിന്നെ 90ലേക്ക് തന്നെ കയറാനോ? കിലോമീറ്റർ ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഇത് സമയം എടുക്കും. എന്നാ പിന്നെ നമുക്ക് നേരെ 90ലേക്ക് തന്നെ പിടിക്കാം അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. ഞങ്ങള് വരുമ്പോ സ്ഥിരം ആ റൂട്ടിലാണ് വരാറ്. ഈ GPS ഇത് കാണിക്കുന്നതുകൊണ്ടേ ആ ദൂരത്തിൽ കുറവുണ്ട്. പക്ഷെ അത് തന്നെ. അപ്പൊ അതുകൊണ്ട് ആ ചെറിയ വഴി പോകണ്ട, നമുക്ക് നമ്മുടേതായ ഇന്റർസ്റ്റേറ്റിൽ കൂടെ തന്നെ പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ വീണ്ടും 90 എന്ന് പറയുന്ന ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ വലിയ ഓവർസൈസ് ലോഡ് വീണ്ടും നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അവനെ കടന്ന് നമുക്ക് പോയേക്കാം. ട്രിപ്പ് മൊത്തം ഡ്രോണിന്റെ ബഹളാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 90 കൂടെ കുറേ നാൾ കൂടിയാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണല്ലോ നമ്മൾ പോയത് 94 കൂടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്ക് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറേ വ്യത്യസ്തമായൊരു കാഴ്ചയാണല്ലോ. ഒരു കിടിലം ഭൂപ്രകൃതിയിൽ ഇപ്പോഴും മൊണ്ടാനെ തന്നെയാണ്. നമ്മൾ വയോമിങ്ങിൽ കയറിയിട്ടില്ല. അങ്ങനെ പ്രകൃതി സുന്ദരമായ മൊണ്ടാനയുടെ മണ്ണിൽ നിന്നുള്ള ഇന്നത്തെ കലാപരിപാടികളെല്ലാം തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ദൂരം പോകാനുണ്ട്. 2500 കിലോമീറ്റർ ആയതുകൊണ്ട് പോയാലേ നമ്മൾ വീടെത്തുള്ളൂ. അതുകൊണ്ട് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് മുന്നോട്ടെന്നാ പോയേക്കാം അല്ലേ? ഒന്ന് പോകാം. വിട്ടോളി. റോഡിന്റെ വലതുവശം ചേർന്ന് വിട്ടോളിന്ന് പറഞ്ഞു. ഇത് മിക്കവാറും അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെയും ചിലപ്പോൾ ഇത് കാണുമേ. ഇങ്ങനെ കുറച്ചുകൂടെ നമുക്ക് രസകരമായ സ്ഥലം. അത് നിങ്ങൾ പറഞ്ഞ് കറക്റ്റാ. ഇത് വിഷ്വൽസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി മുന്നോട്ട് പോവുകയല്ല. അതില്ല. ഇത് ഇപ്പൊ എത്ര നേരം മൊണ്ടാനെ കൂടെ കയറിയിട്ട് ഇതിപ്പം എവിടെയാലും ഒരു മോശം എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തിയോ? അതില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തതിലും സെറ്റായിട്ടുള്ള സംഭവം ഇതിന് മുമ്പുണ്ട്. ആണോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് എടുക്കാണ്ടിരുന്നത്. അത് നല്ലൊരു അതിലൊരു ടൗൺ കൂടെ ഒരു സിറ്റി അതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് സിറ്റിയുടെ മുകളിലാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ താഴെ സിറ്റിയും ഇങ്ങേ സൈഡ് മലയും ഇങ്ങനെ ചെരിവാ. നമ്മളിപ്പോ നമ്മൾ ആ രണ്ടാമത് നിന്നില്ലേ, ഒരു സ്റ്റോപ്പ് പോലെയല്ലേ നിന്ന് എന്ന് പറഞ്ഞ പോലെ. എന്തായാലും കുറെ നാൾ കൂടിയാണ് നമ്മൾ ഈ ട്രിപ്പിൽ നമ്മൾ ഡ്രോൺ പുറത്തിറക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആവേശം കൂടെ ഉണ്ട്. നമ്മള് നേരെ സാധാരണ വിഷ്വൽസ് ഒക്കെ എടുത്ത ഒരു ഇതിന്റെ രസം എന്താണെന്നറിയോ ഞാൻ തിരിച്ചറിഞ്ഞേക്കുന്നത്? നമ്മൾ ഈ 2 ദിവസം 3 ദിവസം ഇടവിട്ട് വ്ളോഗ് ഇറക്കാം, അല്ല ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്ത് എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് നടക്കുകയല്ല. അതേസമയം ഡെയിലി ഈ പ്രോസസ്സിൽ അങ്ങ് ചെയ്താൽ നമ്മൾ ചെയ്ത് നമുക്കും ഒരു ശീലമാവും. സംസാരിക്കാൻ കാര്യങ്ങൾ വരും. വല്ലപ്പോഴും ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത് ക്യാമറ വെച്ചിട്ട് എന്നെ പറയണേന്നുള്ളൊരു നമുക്ക് ആ ഫ്ലോ അങ്ങ് പോകും. അതേസമയം ഡെയിലി ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി നമുക്ക് ഡെയിലി എണീറ്റിട്ട് ഇപ്പൊ കഞ്ഞി കറി വെക്കുന്ന അല്ല ചായ ഉണ്ടാക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ കൂടെ അങ്ങ് പോവാണ്. ഇതിപ്പോ എണീക്കുന്ന വഴി ക്യാമറ എടുത്തിട്ട് സാറാ മൈക്കുന്നാന്ന് പറഞ്ഞോണ്ടാ നമ്മൾ എണീറ്റ് വരുന്നത്. കറി വെക്കുന്ന കറിക്ക് ഇപ്പൊ സാധനം ഇല്ലേ പോലും എന്നാലും വെച്ചത്. കാരണം നമുക്ക് ഇത് നമ്മുടെ ഒരു ഡെയിലി പ്രോസസ് ആണല്ലോ. ഇതുണ്ടോ ഇതിന് താഴെ ഒരു ചെറിയുണ്ട് ഒരു ഇത് വെള്ളം കുടിക്കുന്ന. അതെ ഞാൻ പറയാം, അതായത് ഇങ്ങനെ എടുക്കുമ്പോ കുറച്ചുകൂടെ ഇത് കാണുമ്പോ എനിക്ക് നമ്മുടെ പഴയ പ്രിയദർശൻ സിനിമകളിലെ ഊട്ടിയില്ലേ, മറ്റേ കളിപ്പാട്ടത്തിന്റെ അതൊക്കെ ഊട്ടി കാണിക്കുമ്പോഴത്തേക്ക് വരാൻ മറ്റേ ഫോക്സാന്റെ വണ്ടിയൊക്കെ ഓടിച്ച അത് കറക്റ്റ് സെറ്റപ്പ് ഇവിടെ അല്ലേ. ഗ്രീനറിയും പശുക്കളും
ചെറിയ പക്ഷെ ലേക്കുകളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലെ യാത്ര ചെയ്യുന്നവര് പോലും ഇത് കണ്ടങ്ങ് പോകുന്നല്ലാതെ ശരി നമുക്ക് ഇത്ര പൊക്കത്തിരിക്കുന്നതുകൊണ്ടാ ഇത് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെയുള്ളവര് പല ആൾക്കാരും ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ മല കാണുന്നുണ്ട്, പക്ഷെ ഇത് ഇറങ്ങി ആസ്വദിക്കാനുള്ളൊരു അങ്ങനെയല്ല പറഞ്ഞത്. അല്ല ഇത് ഇന്ന സാധനം ഇതിന്റെ ബ്യൂട്ടി കാണുന്നത് ഇങ്ങനെയാണല്ലോ കാണുന്നത്. സത്യമായിട്ട് നമ്മൾ ഈ ട്രക്ക് ഓടിക്കാൻ പറ്റുന്നത് ഒരു വലിയ അനുഗ്രഹം അല്ലേ? ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു സമയത്തിന്റെ കൂടെ ഉണ്ട്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വല്ല ചുമ്മാ ഒരുമാതിരി മറ്റേ കാലിഫോർണിയ കാണുന്ന പോലത്തെ രീതിയിൽ വെയിലിന്റെ കട്ടി അങ്ങ് കൂടിയിട്ട് പിന്നെ ഈ ഗ്ലാസ് എല്ലാം അങ്ങ് കരിഞ്ഞു തുടങ്ങും അല്ലേ? മഴ കുറഞ്ഞിട്ട് ഇപ്പൊ ഒരു മഴ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയല്ലായിരുന്നു. അപ്പൊ ആ മഴയുടെ മാറിയിട്ട് നന്നായിട്ട് വെയിലങ്ങ് വന്ന് കഴിയുമ്പോഴത്തേന് ഇവൻ അങ്ങോട്ട് ഗോൾഡ് കളറാവും മൊത്തം. അതെ. പിന്നെ നമ്മൾ എങ്ങനെയാ പച്ചപ്പുല്ല് കണ്ടോണ്ടിരുന്ന ഒരു കച്ചി കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാ. പശുവിന്റെ അവസ്ഥ പോലെ തന്നെ. കൂടാതെ ഈ പച്ചപ്പിന് ഒരു കന അങ്ങ് വെച്ചിട്ട് ഇപ്പൊ ചാണാപ്പച്ച ലുക്കാവും. ഇപ്പൊ നമ്മൾ ഇത് പച്ചക്കല്ലേ കാണുന്നത്. നമ്മള് കാലിഫോർണിയ പോകുമ്പോ മറ്റേ തികച്ചാപ്പിയൊക്കെ പച്ച കാണുമ്പോ നല്ല ഇതല്ലേ. നമുക്ക് ആ ഉണങ്ങി കഴിയുമ്പോ നമുക്ക് ഒന്ന് പച്ച കണ്ടിട്ടും കൂടെ ആവും. അങ്ങനെയും വരും. ഒരു ട്രെയിൻ പോണോ അതിന്റെ ഇടയിൽ കൂടെ. അടിപൊളി. പച്ചപ്പൊക്കെ കണ്ട് കണ്ട് ചെറിയൊരു മയക്കം വരുന്നുണ്ട്. സമയമല്ലേ? സമയം 5 മണിയായി. നമ്മുടെ 5 മണിയായി. എന്നാ പിന്നെ പയ്യെ എന്നാ പിന്നെ ഞാൻ പോയി കിടക്കാം. ആയിക്കോട്ടെ. രാവിലെ മോർണിംഗിൽ കാണാം. ആയിക്കോട്ടെ. അങ്ങനെ നമ്മള് വയോമിങ്ങിലേക്ക് കയറുവാണേ. വയോമിങ്ങിലേക്ക് കയറിയ കാര്യം നമ്മൾ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം അരമണിക്കൂറോളം ആകുന്നു കേട്ടോ. വിജനമായ ഒരു പ്രദേശമായതുകൊണ്ടായിരിക്കാം. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 16ാമത്തെ മൈല് നമ്മൾ വയോമിങ്ങിൽ കയറിയിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ പോർട്ട് ഓഫ് എൻട്രി എന്നറിയപ്പെടുന്നത്. പോർട്ട് ഓഫ് എൻട്രി സ്കെയിൽ ഓരോ സ്റ്റേറ്റിലും കയറുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ വെയിറ്റും ഇവിടുത്തെ ലീഗൽ ഫോർമാലിറ്റി എല്ലാം പാലിച്ചുകൊണ്ടാണോ നമ്മൾ ഓടിക്കുന്നതെന്നുള്ളതൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ ഓരോ സ്റ്റേറ്റുകളിൽ നിന്ന് ഈ ബോട്ടുള്ളവർ ബോട്ടിൻ്റെ വാട്ടർ ക്രാഫ്റ്റുകളെല്ലാം വരുമ്പോഴത്തേക്കും അതെല്ലാം ഡ്രൈ ആയിട്ട് ഓരോ സ്റ്റേറ്റിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഒരു സ്റ്റേറ്റിലുള്ള ബാക്ടീരിയാസും മൈക്രോ ഓർഗാനിസംസും ഒന്നും ഇപ്പം ഓരോരോ സ്ഥലങ്ങളിലേക്ക് മാറപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പറയാനാന്ന് വെച്ചാൽ ഓരോ വലിയ ലാൻഡാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ കാലാവസ്ഥയും ജോഗ്രഫിക്കൽ പ്രത്യേകതകളും എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അതിൻ്റെ ആ കൃഷീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരു സ്ഥലത്തെ മൈക്രോ ഓർഗാനിസംസ് എല്ലാം കൂടെ ഈ വെള്ളത്തിൽ കൂടെയാണല്ലോ കൂടുതൽ ട്രാൻസ്പോർട്ടഡ് ആവുന്നത്. അപ്പം അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തെ കൃഷിനെയൊക്കെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് ഓഫ് എൻട്രിയിൽ കൂടുതൽ വാട്ടർ ക്രാഫ്റ്റുകളും പിന്നെ നമ്മളെ പോലെയുള്ള വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്നത്. മെയിൻലി വാട്ടർ ക്രാഫ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ചെറിയ ബോട്ടോ കാനുവോ കയാക്കോ ഈവൻ ജെറ്റ്സ്കിയോ എന്നാ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കവിടെ കയറേണ്ട വന്നില്ല കേട്ടോ. അതാ പറയാൻ വന്നത്. നമുക്ക് ബൈപ്പാസ് കിട്ടി. നിങ്ങൾക്കറിയാലോ നമ്മുടെ വണ്ടിക്കകത്ത് ആ സെറ്റപ്പൊക്കെ ഉണ്ട്. ഓൾറെഡി ഇൻഫർമേഷൻ എല്ലാം പോയി റണ്ണിങ്ങിൽ തന്നെ വെയിറ്റും ചെക്ക് ചെയ്ത് നമുക്ക് ബൈപ്പാസ് നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് കയറണ്ട. പക്ഷേ ഈ ഒരു ഡിവൈസ് നമ്മുടെ ട്രക്കിൽ ഇല്ലെന്നിരിക്കട്ടെ, സ്കെയിൽ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ കയറിയേ പറ്റുള്ളൂ കേട്ടോ. സമയം നമ്മുടെ 7:30 ആയി കേട്ടോ. വയോമിങ്ങിൽ കൂടെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടിപൊളി കാലാവസ്ഥ എല്ലാം ഇതേണ്ട അങ്ങകലെ ഒരു വലിയ കാർമേഘം കെട്ടിക്കിടക്കുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. ആകാശം അങ്ങ് ഡാർക്കായത് കണ്ടോ. കൺസ്ട്രക്ഷൻ്റെ ബഹളമായി കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ ഓൾറെഡി പെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇരുണ്ട് കൂടിയത് ഇപ്പോഴും മുന്നിലുണ്ട്. കൺസ്ട്രക്ഷൻ്റെ ഏരിയയിൽ ചില സ്ഥലത്തൊക്കെ കോൺസ് വെച്ചേക്കണം കണ്ടു കഴിഞ്ഞാൽ സൂചിക്കുഴക്കിടക്കടെ ഈ ഒട്ടകം കടന്നു പോകുന്ന കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ തോന്നും. നല്ലൊരു മഴ കിട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായേനെ. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് എല്ലാവിധ ഡിഫറൻസ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കുറച്ചുകൂടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയാണ്. അടിപൊളി. അങ്ങനെ നമ്മുടെ സമയം ഏകദേശം 8 മണിയാകുമ്പോഴത്തേക്കും സൗത്ത് ഡക്കോട്ട കയറി കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ നോർത്ത് ഡക്കോട്ടയിലാണോ സൗത്ത് ഡക്കോട്ടയിലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. മറ്റേ ആ പ്രസിഡന്റുമാരുടെ
മുഖം കുത്തിയ വലിയ റോക്കൊക്കെ ഉള്ളത് ശരിക്കും സൗത്ത് ഡക്കോട്ടയിലാണ് കേട്ടോ. കാരണം ഇപ്പോൾ കയറിയപ്പോൾ അവരുടെ ബോർഡിൻ്റെ അകത്ത് അത് വലിയ പ്രതാപത്തോടു കൂടി ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നോർത്ത് ഡക്കോട്ടയുടെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ അവിടെയാണെന്നുള്ള രീതി പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. എന്തായാലും സൗത്ത് ഡക്കോട്ട കയറിയതല്ലേ, കയറിയ വഴിക്ക് തന്നെ ഇവിടെ ഉള്ള റെസ്റ്റ് ഏരിയ ഉണ്ട്. ചുമ്മാ ഒന്ന് നിർത്തി നോക്കാം, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് നോക്കാം. തന്നെയല്ല ഒന്ന് ഷൂസ് ഒക്കെ വെച്ച് ഈ അങ്ങ് പോവാം. കണ്ടാ നിങ്ങൾ കാണുന്ന പോലെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ റെസ്റ്റ് ഏരിയ മെയിൻറ്റെയിൻ ചെയ്തേക്കണമെന്ന് നോക്കിക്കേ. നല്ല കിഡിലൻ ആംബിയൻസ് കേട്ടോ. അതോടൊപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ, ഈ ഒരു സെറ്റപ്പ് ഈ റെഡ് ഇന്ത്യൻസിൻ്റെ TP ടെൻറ്റിൻ്റെ ഒരു മാതൃകയിലുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് നമ്മുടെ പഴയ ഒരു റെഡ് ഇന്ത്യൻ ചീഫ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തല കൊത്തി വെച്ചിട്ടുള്ള ആ ഒരു വലിയ റോക്കിൻ്റെ ഫോർമേഷൻ ഈ കാണുന്ന പടം കേട്ടോ, സൗത്ത് ഡക്കോട്ട. പിന്നെ വേണ്ട റെസ്റ്റ് ഏരിയയിൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എല്ലാം വെച്ചാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ട ഒരു സ്റ്റേർജിസ് മോട്ടോർ സൈക്കിൾ റാലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബൈക്കേഴ്സിൻ്റെ ഇടയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും നല്ല വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സ്റ്റേർജിസ് മോട്ടോർ സൈക്കിൾ റാലി. അപ്പം ആ മോട്ടോർ സൈക്കിൾ റാലി നടക്കുന്ന സ്റ്റേർജിസും ഈ സൗത്ത് ഡക്കോട്ടയുടെ ഭാഗമാണ്. അപ്പം സമയം കളയാതെ നമുക്ക് പോയേക്കാം. ബ്രേക്ക് എടുക്കാറായിട്ടില്ല. സാധാരണ ഒരു 9 മണി 9:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക് എടുക്കാറ്. വണ്ടി കയറാൻ വന്നപ്പോൾ അതേ അങ്ങകലെ കാണുന്ന ഫോർമേഷൻ ശ്രദ്ധിച്ച് ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ. ആ റോക്കിൻ്റെയൊക്കെ പാറ്റേൺ കണ്ടോ, നല്ല കളർഫുള്ളാണ് സംഭവം. പിന്നെ ഞാനിരുന്ന് ആലോചിക്കുമായിരുന്നേ, ഇതിപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ 3 സ്റ്റേറ്റ് മാറി കയറി. നമ്മൾ മൊണ്ടാന ഓടിച്ചു, വയോമിങ് ഓടിച്ചു, ഇതിപ്പം നമ്മൾ സൗത്ത് ഡക്കോട്ടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രകൃതിയിലോ ഒരു ചെറിയ ചേഞ്ചസ് ചില സ്ഥലത്ത് ഒന്ന് വന്നെന്നുള്ളതല്ലാതെ വീടിൻ്റെ സ്ട്രക്ചറിലോ ആൾക്കാരുടെ ആ ഒരു കൾച്ചറിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഒന്നും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. ഈവൻ ഭക്ഷണത്തിലാണെങ്കിൽ തന്നെ എന്നാ പറയുന്നത്, സ്റ്റേക്ക് എല്ലായിടത്തും ഉള്ളത് തന്നെ, ബർഗർ, സ്റ്റേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ നാടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഒരു 3 സ്റ്റേറ്റ് മാറി കയറുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വ്യത്യസ്തമായ കൾച്ചറിൽ കൂടെയാണ് മാറി കയറുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും മിക്കവാറും ഇന്നിപ്പം സൗത്ത് ഡക്കോട്ടയിൽ തന്നെ നമ്മുടെ ഇന്നത്തെ സൺസെറ്റ് ഇവിടെ ആയിരിക്കും. അങ്ങനെ ഒരു പീസ്ഫുൾ നൈറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം സൗത്ത് ഡക്കോട്ടയിലെ ഒരു ബേസ് സ്റ്റേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ വള്ളിയൊന്നുമില്ലാതെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാം എന്ന് പ്രതീക്ഷിച്ച് പയ്യെ അങ്ങോട്ട് എക്സിറ്റ് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഫോർവേഡ് സ്ലോലി എന്നുള്ളൊരു സാധനം മാത്രമേ കണ്ടുള്ളൂ. അപ്പം നമുക്ക് എക്സിറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും വള്ളി വന്നാൽ അന്നേരം നോക്കാം അല്ലേ. ഇനി എന്താ മഴ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട എന്നുള്ള ഒരു ഇതും കൊണ്ടായിരിക്കാം അതേണ്ട തമ്പുരാൻ നമുക്ക് മഴയും തന്നിട്ടുണ്ട്. അല്ല, ചെറിയൊരു ബ്യൂട്ടിഫുൾ മഴ. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ഒരു പെർഫെക്റ്റ് ദിവസം എന്ന് എനിക്ക് തോന്നുന്നു. സോ ഫാർ സോ ഗുഡ്. ദൈവമേ, താങ്ക് യു സോ മച്ച്. പിങ്കിവാൻ പറയുന്ന പോലെ ഡോണ്ട് ജിങ്സ് ഇറ്റ് എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും വായും കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ പെർഫെക്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും വള്ളി മുമ്പേ വരാണ്ട് തമ്പുരാനെ ചുമ്മാ പറഞ്ഞതാണേ. അപ്പോൾ എന്തായാലും ഇനി വെച്ച് നീട്ടിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പതിവ് പോലെ നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ നമ്മളെ സ്നേഹിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബക്കാരിലേക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോകൾ ഇടാനും ഉണ്ടാക്കാനും ഒക്കെ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രോത്സാഹനം. ഓക്കെ, അപ്പം പുതിയ എക്സൈറ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. കാര്യം നമ്മൾ വീഡിയോ നേരത്തെ അവസാനിപ്പിച്ചെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റെസ്റ്റ് ഏരിയയിൽ ബ്രേക്കിന് നിർത്തി കേട്ടോ. ഒരു കിടിലൻ സൺസെറ്റ്. യൂഷ്വൽ സൺസെറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഇത് വീഡിയോ കഴിഞ്ഞിട്ടും കാണിക്കാമല്ലായിരുന്നു, കാരണം മിക്കത്തിലും കാണിക്കുന്നതല്ലേ. ഇതിൻ്റെ കറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സൂമിൽ ഇടുമ്പോഴത്തേക്കും കാണിച്ചു തരാം കേട്ടോ.
ഇന്നത്തെ കാഴ്ചകൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ നിർത്താൻ പ്രകൃതി നമ്മളെ സമ്മതിക്കുന്നില്ല കേട്ടോ. തേണ്ട ആകാശത്തിലെ DJ കണ്ടോ നിങ്ങൾ? നമ്മളെല്ലാം ആകാശത്ത് ഇടിമിന്നൽ വീട്ടുന്നത് കണ്ടിട്ടുള്ളവരാ, പക്ഷെ അതിനൊരു രീതിയില്ലേ. ഇത് വേറെ ഏതാണ്ടൊക്കെ സംഭവിക്കുന്ന പോലെ നോക്കിക്കേ. ഇതിങ്ങനെ നമ്മുടെ സീരിയൽ ബൾബ് കത്തി തെളിയുന്ന പോലെ ഇങ്ങനെ മിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പം നിങ്ങൾ ചിലർക്കേലും പറയാം ഇത് സാധനം ഇത് ഇടി വെട്ടണതല്ല, വല്ല പടക്കം പൊട്ടണമെന്നുള്ളത്. പക്ഷെ സംഭവം അതല്ല കേട്ടോ. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഇടി വെട്ടാൻ നേരത്ത് വരുന്ന ആ ഒരു വെട്ടി എന്നാ പറയുന്നത്, ആ ഒരു വള്ളിയും വരെയൊക്കെ ഉണ്ടല്ലോ, അതും വരുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ട് കാണുമോ ഇങ്ങനെ ഒരു പ്രതിഭാസം.